നിങ്ങളുടെ മൊഡ്യൂൾ 1 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സെമസ്റ്റർ 4 സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോൺഗ്രുവൻസ് റിലേഷൻസ് ഇൻ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 1. അപ്പോൾ അതിൽ ആദ്യമേ നമുക്ക് എന്താണ് കോൺഗ്രുവൻസസ് എന്ന് നോക്കാം. എന്താണ് കോൺഗ്രുവൻസ്? അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കോൺഗ്രുവൻസ് മോഡുലോ എം. Let smaller term be a positive integer, then an integer a is congruent to an integer b modulo m if m divides a minus b. In symbols, we write a congruent to b mod m. M is the modulus of the congruence relation. അപ്പോൾ എം എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. പിന്നെ ഒരു ഇൻറ്റിജർ എ ഉണ്ട്. എം എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഇനി എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ബി എന്ന് പറയുന്ന മറ്റൊരു ഇൻറ്റിജറുമായിട്ട് കോൺഗ്രുവൻ്റ് മോഡുലോ എം ആണെന്ന് പറയണമെങ്കിൽ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആയിരിക്കണം. ഇൻ സിമ്പിൾസ് വി റൈറ്റ് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം. നമ്മൾ സിമ്പിളിൽ അങ്ങനെയാണ് കാണിക്കുക. എം ഈസ് ദി മോഡുലസ് ഓഫ് ദി കോൺഗ്രുവൻസ് റിലേഷൻ. ഇഫ് എ ഈസ് നോട്ട് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എം ദെൻ എ ഈസ് ഇൻകോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എം. എ എന്ന് പറയുന്നത് ബിയുമായിട്ട് കോൺഗ്രുവൻ്റ് അല്ലെങ്കിൽ ഇൻകോൺഗ്രുവൻ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ സിമ്പിളാണ് ആ കാണിച്ചിരിക്കുന്നത്. 3 പാരലൽ ലൈൻസ് വരച്ചിട്ട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അത് അങ്ങനെ വരയ്ക്കും. കോൺഗ്രുവൻ്റ് അല്ലെങ്കിൽ ഒരു ക്രോസ് ആയിട്ടൊരു ലൈനൂടെ വരയ്ക്കും. ദെൻ വി റൈറ്റ് എ നോട്ട് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. സിൻസ് 5 ഡിവൈഡ്സ് 23 മൈനസ് 3. 23 മൈനസ് 3 എന്താണ്? 20 ആണ്. അപ്പോൾ 20നെ 5 ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. അപ്പം 23 കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 5 നമുക്ക് എഴുതാൻ കഴിയും. ഇനി 6 ഡിവൈഡ്സ് 48 മൈനസ് 12. 48 മൈനസ് 12 എന്താണ്? 36 ആണ്. 6 ഡിവൈഡ്സ് 36 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 48 കോൺഗ്രുവൻ്റ് ടു 12 മോഡ് 6. ഓൾസോ 28 കോൺഗ്രുവൻ്റ് ടു മൈനസ് 4 മോഡ് 60. സിൻസ് 28 മൈനസ് 4 ഈസ് ഡിവിസിബിൾ ബൈ 16. കാരണം 28 മൈനസ് 4 എന്താ? 32 ആണ്. 32 ഈസ് ഡിവിസിബിൾ ബൈ 16 ആണ്. ബട്ട് 20 നോട്ട് കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 4. കാരണം 20 മൈനസ് 3 എന്താണ്? 17 ആണ്. അതിനെ 4 ഡിവൈഡ് ചെയ്യത്തില്ല. ലൈക്ക്വൈസ് 18 നോട്ട് കോൺഗ്രുവൻ്റ് ടു മൈനസ് 6 അല്ലെ 18 ഇൻകോൺഗ്രുവൻ്റ് ടു മൈനസ് 6 മോഡ് 7. കാരണം 18 മൈനസ് 6 എന്ന് പറയുന്നത് 18 പ്ലസ് 6 കിട്ടും. നമുക്ക് 24 ആണ്. 24നെ ആര് ഡിവൈഡ് ചെയ്യത്തില്ല? 7 ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പം കോൺഗ്രുവൻ്റ് ആയിട്ടുള്ളതിനും ഇൻകോൺഗ്രുവൻ്റ് ആയിട്ടുള്ളതിനും എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. തിയറം 4.1 എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോർ സം ഇൻറ്റിജർ കെ. ഓക്കെ, എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ആകുന്നതിനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. അതായത് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എ ഈക്വൽ ബി പ്ലസ് കെ എം ആയിരിക്കും ഫോർ സം ഇൻറ്റിജർ കെ. അതേപോലെ തിരിച്ചു ആണെങ്കിൽ എ ഈക്വൽ ബി പ്ലസ് കെ എം ആണെങ്കിൽ നമുക്ക് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം എന്നും പറയാൻ കഴിയും. പ്രൂഫ്: സപ്പോസ് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം. എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ ദെൻ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണല്ലോ ബൈ ഡെഫിനിഷൻ. സോ അപ്പോൾ എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? എം ആണ്. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഫോർ സം ഇൻറ്റിജർ കെ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ബി പ്ലസ് കെ എം ഫോർ സം ഇൻറ്റിജർ കെ. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോർ സം ഇൻറ്റിജർ കെ അസ്യൂം ചെയ്യുന്നു. ദെൻ എ മൈനസ് ബി എന്താണ്? ഈക്വൽ ടു കെ ഇൻറ്റു എം ആണ്. അതായത് എം ഡിവൈഡ്സ് എന്താ? എ മൈനസ് ബി ആണ്. സോ എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ആണ്. എക്സാമ്പിൾ 23 കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 5. 23 കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 5 നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിനെ ഈ പറഞ്ഞ ഫോമിൽ എങ്ങനെ എഴുതാം? 23 ഈക്വൽ ടു 3 പ്ലസ് ബി പ്ലസ് ബിയുടെ സ്ഥാനത്ത് 3 പ്ലസ് ബാക്കി വരുന്നത് എന്താണ്? 20 ആണ്. അപ്പോൾ 20നെ 5 ഇൻറ്റു സം നമ്പർ എന്ന് എഴുതണം. ആ സം നമ്പർ എന്താണ്? 4 ആണ്. 4 കിട്ടുള്ളൂ, നല്ല നമുക്ക് 23 കിട്ടുള്ളൂ. ഇനി 49 ഈസ് ഈക്വൽ ടു 49 കോൺഗ്രുവൻ്റ് ടു മൈനസ് 5 മോഡ് 6 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? മൈനസ് 5 പ്ലസ് 9 ഇൻറ്റു 6 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് 49 കോൺഗ്രുവൻ്റ്, അതായത് മൊത്തത്തിൽ ഈക്വേഷന് നമ്മൾ 6 കൊണ്ട് ഇതാക്കുകയാണ്. 6 കൊണ്ട് കോൺഗ്രുവൻ്റ് എടുക്കുമ്പോൾ നമുക്ക് 49 കോൺഗ്രുവൻ്റ് ടു മൈനസ് 5 മോഡ് 6 എന്ന് കിട്ടും. തിയറം 4.2 എ കോൺഗ്രുവൻ്റ് എ മോഡ് എം റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ ഇഫ് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ദെൻ ബി കോൺഗ്രുവൻ്റ് ടു എ മോഡ് എം സിമെട്രിക് പ്രോപ്പർട്ടി. മൂന്നാമത്തെ ഇഫ് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ആൻഡ് ബി കോൺഗ്രുവൻ്റ് ടു സി മോഡ് എം ദെൻ
A congruent to C modium. Transitive property. Proof. Since M divides A minus A congruent to A mod M A minus A നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ A congruent to A M നമുക്ക് A minus A എന്താ, അതായത് A minus B നെ M ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് A congruent to B mod M എന്ന് എഴുതാൻ കഴിയുക. A minus A എന്ന് പറഞ്ഞാൽ 0 ആണ്. 0-നെ എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്യും. അപ്പോൾ M ഡിവൈഡ്സ് A minus A എന്ന് എഴുതാം. അപ്പോൾ A congruent to A mod M ആണ്. അടുത്തത് സപ്പോസ് A congruent to B mod M, then M divides A minus B. നമുക്ക് അടുത്ത സിമെട്രിക് പ്രോപ്പർട്ടിയാണ് കാണിക്കേണ്ടത്. സോ A congruent to B mod M ആണെങ്കിൽ B congruent to A mod M എന്നും കാണിക്കണം. അപ്പോൾ A congruent to B mod M എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണ് M divides A minus B ആണ്. ദാറ്റ് ഈസ് M divides മൈനസ് ഓഫ് B minus A എന്ന് എഴുതാമല്ലോ അതിനെ. ഓക്കെ, സോ അപ്പോൾ മൈനസ് ഓഫ് B minus A നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ B minus A നെയും ഡിവൈഡ് ചെയ്യും. ഒരു നമ്പർ -2-നെ ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ 2-നെ ഡിവൈഡ് ചെയ്യുമല്ലോ. സോ M divides B minus A, ദാറ്റ് ഈസ് B congruent to A mod M എന്ന് എഴുതാം. സപ്പോസ് മൂന്നാമത്തത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നു. A congruent to B mod M എന്നും B congruent to C mod M എന്നും അസ്യൂം ചെയ്യുന്നു. ദെൻ M divides A minus B and M divides B minus C. സോ ബൈ തിയറം 22.4, അതായത് നമുക്ക് M divides ഒരു നമ്പർ M divides മറ്റൊരു നമ്പർ ആണെങ്കിൽ M divides അതിൻ്റെ സമ്മായിരിക്കും. സമ്മിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നു. A minus B plus B minus C. അത് നിങ്ങളുടെ മുമ്പ് വരുന്ന ചാപ്റ്ററാണ്, അതൊന്ന് റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. M divides ഒരു നമ്പർ M divides മറ്റൊരു നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ സമ്മിനെ M ഡിവൈഡ് ചെയ്യും. അപ്പോൾ M divides A minus B plus B minus C ഈക്വൽ, അതായത് M divides A minus C എന്ന് എഴുതാം. ഇംപ്ലൈസ് A congruent to C mod M. എക്സാമ്പിൾ 6 congruent to 6 mod 5. Since 3 congruent to 5 mod 2, 5 congruent to 3 mod 2 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അടുത്തത് 7 congruent to -5 mod 4 and -5 congruent to 15 mod 4. We get transitive property വെച്ചിട്ട് 7 congruent to 15 mod 4 എന്ന് എഴുതാം. Theorem 4.3. A congruent to B mod M if and only if A and B leave the same remainder when divided by M. Okay. Suppose A congruent to B mod M. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ലീവ് ദ സെയിം, അതായത് എം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എയും ബിയും തരുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കോൺഗ്രുവൻ്റ് ബി മോഡ് ചെയ്യാം. ദെൻ ബൈ തിയറം 4.1 എന്ത് എഴുതാം? A B plus K M for some integer K. ബൈ ദ ഡിവിഷൻ അൽഗോരിതം നമുക്ക് ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കോഷ്യൻ്റ് ക്യൂവും റിമൈൻഡർ ആറും കിട്ടും. B M Q plus R where 0 is R less than M. Then A is equal to M Q, ബിയുടെ സ്ഥാനത്ത് M Q plus R plus K M ഈക്വൽ ടു അറേഞ്ച് ചെയ്യുന്നു M into Q plus K plus R. Therefore by the division algorithm A leaves the same remainder R when divided by M. Conversely, suppose both A and B leave the same remainder R when divided by M. ഓക്കെ, നോക്കിക്കുക, അത് നമ്മൾ എക്ക് ഒരു പുതിയൊരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു M into Q plus K plus R. അപ്പോൾ ഇതിനെ M കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് M into Q plus K എന്ന് പറയുന്ന പാർട്ട് എന്ത് വരും? നമുക്ക് 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ തന്നെ A is equal to R plus M into ഒരു സംതിങ് എന്ന് കിട്ടിയില്ലേ? അപ്പം M കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പാർട്ട് ഫുൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം, പക്ഷേ ആറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതാണല്ലോ റിമൈൻഡർ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഫോമിൽ എഴുതിയിരിക്കുന്നു എന്ന് വേണേലും പറയാം. M കൊണ്ട് ഡിവൈഡ് ഉള്ള എന്താണ്? അപ്പോൾ A ഇൻറ്റു M ഇൻറ്റു A is equal to M ഇൻറ്റു ഒരു നമ്പർ പ്ലസ് R എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ B is equal to M Q plus R ഫോമിലായി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും പറയാം. ഓക്കെ, അങ്ങനെ എങ്ങനെയായാലും എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആറാണ്, ബീനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 തന്നെയാണ്. അപ്പോൾ രണ്ടും സെയിം 6 തന്നെയാണ്. കോൺവേഴ്സ്ലി സപ്പോസ് ബോത്ത് A and B ലീവ് ദ സെയിം റിമൈൻഡർ R when divided by M. തിരിച്ച് സപ്പോസ് ചെയ്യുന്നു രണ്ടിനും R കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആണെന്ന്. എങ്ങനെ ബൈ ദ ഡിവിഷൻ തിയറം ഈക്വൽ ടു M Q plus R എന്ന് എഴുതാം. അതേപോലെ B is equal to M Q dash, ക്വഷ്യൻ്റ് മാറാം പക്ഷേ റിമൈൻഡർ സെയിം ആയിരിക്കും, M തന്നെയാണ്, M Q dash plus R വേറെ 0 സ്ഥാനങ്ങളും R less than M. ഇതിന് A minus B ഈക്വൽ ടു എന്ത് കിട്ടും? M into Q minus Q dash എന്ന് കിട്ടും. അതായത് A minus ബീനെ M കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 0 ആണ്.
അതായത് എ കോൺഗ്രുവൻ്റ് എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എ മൈനസ് ബി എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എം എ കോൺഗ്രുവൻ്റ് ബി മോഡ് എ. ഓക്കെ.